ബർത്ത്ഡേ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ മാത്രം പറഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരും, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും. ഒന്നുമില്ല. ഇതുപോലെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. ഇത് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വിങ്ങലുണ്ടാവും. എനിക്ക് മാത്രം ഇതൊന്നും കിട്ടുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് മാത്രം എനിക്ക് സർപ്രൈസ് കാര്യങ്ങളൊന്നും തരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അതിന് കഴിയാത്തത്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവരോട് എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എനിക്ക് ഒരു സർപ്രൈസ് നിങ്ങൾ തരണമെന്നൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും പല ഭർത്താക്കന്മാർക്കും ഇത് അറിയാമെങ്കിലും അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ കാരണം ചിലപ്പം മറന്നു പോയേക്കാം. എന്നെ മാത്രം നിങ്ങൾ ഓർക്കുന്നില്ല, എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ഓർക്കുന്നില്ല, ആനിവേഴ്സറി ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലായിരിക്കും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് അവരൊരിക്കലും ഒരു സൈക്കോളജിസ്റ്റോ മൈൻഡ് റീഡറോ ഒന്നും അല്ല. അവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അവർക്ക് നമ്മൾ പറയാതെ മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, എനിക്ക് ഇന്ന രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ട്, എന്നെ ഇന്ന രീതിയിലൊന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും അത് ചെയ്യാതിരിക്കില്ല. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ഭർത്താക്കന്മാരോടാണ്, നിങ്ങൾ ഈ വീഡിയോ ഭാര്യമാർക്ക് ഷെയർ ചെയ്യാൻ പോയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്.